സെയിൽസ് പിച്ചിൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓവർ സബ്സ്ക്രൈബ്ഡ് എന്നുള്ള ബുക്കിൽ ഡാനിയൽ പ്രീസ്ലി ഒരു പ്രധാനപ്പെട്ട ടിപ്പ് പറയുന്നുണ്ട്. അത് സെയിൽസ് പിച്ച് മാക്സിമം ആൾക്കാരുടെ അടുത്ത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷോർട്ട് ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്പീറ്റ് മാത്രമല്ല, ഇംപ്രൂവ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റോട് കൂടി റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത നമ്മളുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് സെല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏർലി ഡേയ്സിൽ പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു ലേണിംഗ് കർവ് വളരെ സ്റ്റീപ്പായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു റെസ്പോൺസ് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഡിസൈനിലേക്കുള്ള ചില മോഡിഫിക്കേഷൻസ് പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ അതർവൈസ് നമ്മൾ ഫാസ്റ്റായിട്ട് പിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ കുറേയേറെ ആളുകൾ എടുത്ത് പിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ പിച്ചിൽ എന്താണ് വർക്കൗട്ട് ആയത്, എന്താണ് വർക്കൗട്ട് ആവാതിരുന്നത്, എവിടെ വെച്ചിട്ടാണ് പ്രോസ്പെക്റ്റിൻ്റെ ഒരു ഇമോഷൻ ചേഞ്ച് ചെയ്തത്, എവിടെ വെച്ചിട്ടാണ് അവർ ഡിസിഷൻ എടുത്തത്, എന്തൊക്കെയാണ് ഒബ്ജെക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ഇത് മനസ്സിലാക്കിയിട്ട് പിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. റിപ്പീറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ ഓരോ വേർഷൻസ്, ഇതിനെ നമ്മൾ ഇറ്ററേഷൻ എന്ന് പറയും, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന്. അപ്പോൾ ഈ പിച്ചിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇറ്ററേഷൻസ് ഉണ്ടാവും. ഒരു 10 പേരുടെ അടുത്ത് നമ്മൾ പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം. ജനറലി ഈ 10 പേരുടെ അടുത്ത് എങ്ങനെ ഇത് വർക്കൗട്ടായി, നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസ്, അതിലെ 10 പേരുടെ അടുത്ത് എങ്ങനെ വർക്കൗട്ടായി, എങ്ങനെ വർക്കൗട്ടായില്ല, എന്ത് വർക്കൗട്ടായില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. സോ ദെൻ വി ഹാവ് ദ സെക്കൻഡ് ഇറ്ററേഷൻ. ആ മോഡിഫിക്കേഷൻ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ പിച്ച് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്നും ക്രിക്കറ്റ് കളിക്കുന്ന, എന്നും ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ ഫീൽഡിൽ ഇറങ്ങുന്നത് പോലെ ആങ്സൈറ്റി കുറവായിരിക്കും, കോൺഫിഡൻസ് കൂടുതലായിരിക്കും. ആ നിലയ്ക്ക് കൂടി നമ്മളുടെ പിച്ച് കൂടുതൽ ഇഫക്റ്റീവ് ആവും. റാദർ ദാൻ വെയിറ്റിംഗ് ടിൽ ദി ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഓടിപ്പോയിട്ട് കുറേ പിച്ച് ചെയ്യുന്നതിന് പകരം തുടക്കം തൊട്ടേ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും അയാളുടെ സ്ഥാപനത്തിൻ്റെ സർവൈവൽ ഒരു മന്ത് എൻഡിൽ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ എൻഡിൽ സ്ട്രഗിളിൽ വരുന്ന സമയത്ത് ഓടിപ്പോയിട്ട് കുറേ പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്.